ध्यायेद्विस्तृतभालदीप्तवदनं गौरोज्ज्वलश्मश्रुकम् ध्यायेद्विस्तृतभालदीप्तवदनं गौरोज्ज्वलश्मश्रुकम् कारुण्यामृतपूरिताब्जनयनं श्वेताम्बरं श्रीकरम् कारुण्यामृतपूरिताब्जनयनं श्वेताम्बरं श्रीकरं चिन्मुद्राङ्कितदीर्घबाहुयुगलं पद्मासनस्थं गुरुं चिन्मुद्राङ्कितदीर्घबाहुयुगलं पद्मासनस्थं गुरुं श्रीभट्टारक तीर्थपादममलं विद्याधिराजं मुनिं श्रीभट्टारक तीर्थपादममलं विद्याधिराजं मुनिम्. ശ്രീ നീലകണ്ഠ തീർത്ഥപാദസ്വാമികൾ അദ്ദേഹത്തിൻ്റെ പ്രഥമമോ രണ്ടാമത്തേതോ ആയ ശിഷ്യനാണ്. മൂവാറ്റുപുഴയാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ഇപ്പോഴും അവരുടെ കുടുംബത്തിൽ നീലകണ്ഠ തീർത്ഥപാദ ട്രസ്റ്റിൽ അവർ രൂപീകരിച്ചിട്ടുണ്ട്. അവരുടെ പല ആളുകളും വളരെയധികം ഉയർന്ന നിലയിൽ തന്നെ പ്രവർത്തിക്കുന്നവരാണ്. നീലകണ്ഠ തീർത്ഥപാദസ്വാമികളുടെ സന്ദേശം ലോകത്തെല്ലാം എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൊച്ചു നീലകണ്ഠപിള്ള എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അവർ വിഷവൈദ്യത്തിൻ്റെ ഒരു വലിയ പാരമ്പര്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ചട്ടമ്പി സ്വാമികൾ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം വിഷവൈദ്യത്തെക്കുറിച്ച് അഗാധമായ പാണ്ഡിത്യമുള്ള ആളാണ് എന്ന് മനസ്സിലാക്കി ഈ കൊച്ചു നീലകണ്ഠപിള്ള അദ്ദേഹത്തെ കാണാനായിട്ട് അവിടെ ചെല്ലുകയും അവിടെ ചെന്ന് അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അപ്പോൾ വിഷം അകറ്റാനുള്ള ആ വിദ്യ എനിക്ക് ഉപദേശിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ചട്ടമ്പി സ്വാമികൾ അദ്ദേഹത്തോട് പറഞ്ഞത്, ഈ വിഷമൊക്കെ എത്രയോ നിസാരം, സംസാര വിഷമാണ് അകറ്റേണ്ടത്. അതിന് അങ്ങനെയൊരു വിഷമുണ്ട് എന്നും അതിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്നുമുള്ള ആ പ്രേരണ ചട്ടമ്പി സ്വാമികളുടെ ആ ഉപദേശത്തിലൂടെയാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി തീരുകയും പിന്നീട് മൂവാറ്റുപുഴ ആ ഭാഗത്തൊക്കെ ചെന്നാൽ നീലകണ്ഠപിള്ളയുടെ കുടുംബത്തിൽ തന്നെ താമസിക്കുകയും അദ്ദേഹവുമായിട്ട് ശിഷ്യ ബന്ധം പുലർത്തുകയും അദ്ദേഹം ചെറുപ്പത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് എറണാകുളത്തുമൊക്കെ പോയി താമസിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ വിദ്യാഭ്യാസം നേരത്തെ തന്നെ നേടിയിട്ടുള്ള അദ്ദേഹത്തിന് ശാസ്ത്രപരമായ നേരത്തെ തന്നെ പല ആചാര്യന്മാരും ഉണ്ടായിരുന്നു, വൈഷ്ണവ ആചാര്യന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. വിഷ്ണു തത്വത്തെ ഉപദേശിക്കുകയും ഉപാസന പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നവർ. എന്നാൽ ചട്ടമ്പി സ്വാമികളുമായിട്ട് അടുത്തതോടുകൂടി അദ്ദേഹം അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ആ പരമമായ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പരിശ്രമിക്കുകയും അങ്ങനെ ലക്ഷ്യം നേടുകയും ചെയ്ത മഹാപുരുഷനായിരുന്നു. അദ്ദേഹത്തിനേക്കാൾ പ്രായം കുറഞ്ഞതായിരുന്നു ഈ ആശ്രമങ്ങളൊക്കെ സ്ഥാപിച്ച വടക്കൻ പറവൂരുള്ള അദ്ദേഹത്തിൻ്റെ പേര് നാണുകുട്ടൻ എന്നൊക്കെ പറഞ്ഞിരുന്ന അദ്ദേഹം അവിടെ നിന്ന് ഈ ചട്ടമ്പി സ്വാമികളുടെ അടുത്ത് ചെല്ലുകയും വളരെ കാലം കോടനാട് അവിടെ ഒരു വനത്തിൽ ഒരു ഏറുമാടമൊക്കെ കിട്ടി അവിടെ താമസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് കൂടി അദ്ദേഹത്തിൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയ്ക്ക് കുട്ടി ഇങ്ങനെ കൂടുതൽ മാറി നിൽക്കുന്നത് വിഷമമായിരുന്നു. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ തന്നെ ഉപദേശിച്ച് വീട്ടിൽ പോയി താമസിക്കണം. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും അദ്ദേഹം അകത്ത് കയറി ധ്യാനമഗ്നനായി അങ്ങനെ ഇരിക്കും.
അങ്ങനെ ഇരിക്കുമ്പോൾ അത് അമ്മയ്ക്ക് കൂടുതൽ വിഷമമായിരുന്നു. വെളിയിലേക്കൊന്നും ഇറങ്ങുന്നില്ല, ലൗകിക കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല. അങ്ങനെ ഇരിക്കുന്നത് അത് ചട്ടമ്പിസ്വാമിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിന് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയും അങ്ങനെ അദ്ദേഹത്തെ ഒരു സാധാരണ രീതിയിലേക്ക് വീട്ടുകാരുമായിട്ടുള്ള ബന്ധത്തിൽ ആക്കുകയും പിന്നീട് ഇവിടെ ഈ വാഴൂർ ആശ്രമത്തിൻ്റെ അടുത്ത് ശാസ്താംകാവിൽ അവിടെ ഒരു കുടുംബം ഉണ്ടായിരുന്നു. ആ കുടുംബത്തിൽ അമ്മയെ കൊണ്ടുവന്ന് താമസിക്കുകയും അദ്ദേഹം അവിടെ താമസിച്ചുകൊണ്ടാണ് ഈ ആശ്രമത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും ഈ സ്ഥലം അദ്ദേഹം വാങ്ങി ആശ്രമം ആക്കുകയും ഒക്കെ ചെയ്ത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സമ്പൂർണ്ണ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് തീർത്ഥവാദ ആശ്രമം സ്ഥാപിച്ചത്. തീർത്ഥവാദരെന്ന് പറയുന്നതിന് ചട്ടമ്പിസ്വാമികളുടെയാണ് തീർത്ഥവാദരെന്ന് അദ്ദേഹത്തിൻ്റെ പാദം എവിടെ പോയിരുന്നോ അവിടെ തന്നെ തീർത്ഥമായി തീരുന്നു. തീർത്ഥീ കുറുവന്തി തീർത്ഥാനി. അങ്ങനെ തീർത്ഥങ്ങളെപ്പോലും യഥാർത്ഥ തീർത്ഥമാക്കി തീർക്കുന്ന മഹാപുരുഷന്മാരുടെ സംഗമം കൊണ്ട് പരിശുദ്ധമായ ഹരിദ്വാർ, ഋഷികേശ്, കാശി പോലെ ഒരു പരമപവിത്രമായ സ്ഥാനമായി ഈ വാഴൂർ തീർത്ഥവാദാശ്രമം ഉയർന്നു വരികയും ഇന്നിപ്പോൾ 112-113 വർഷത്തിലധികം ആയിട്ടുണ്ട് ഈ ആശ്രമം സ്ഥാപിച്ചിട്ട്. തീർത്ഥവാദ സ്വാമികൾക്ക് ശേഷം വിദ്യാനന്ദ സ്വാമികളാണ് വളരെ കാലം ഇവിടെ അധ്യക്ഷനായി പ്രവർത്തിച്ചത്. അദ്ദേഹത്തിന് ശേഷം ശിശുരൂപ സ്വാമിജിയാണ് 1999 ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് അദ്ദേഹം സമാധിയാകുന്നത്. ആ സമയം മുതൽ പിന്നീട് ഞാനന്ന് വടക്കേ ഇന്ത്യയിൽ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ എരിപൂജയിലൊക്കെ പങ്കെടുക്കാനായിട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടുന്ന് ഞാൻ തന്നെ ഇവിടെ കൂടണമെന്ന് ഇവിടെയുള്ളവർ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഞാനിവിടെ പ്രവർത്തിച്ചു വരികയാണ്. അങ്ങനെ ആ ചട്ടമ്പിസ്വാമികളുടെ പരമ്പരയെ, അദ്വൈത വേദാന്ത സിദ്ധാന്തത്തെ ലോകത്ത് പ്രചരിപ്പിക്കാനായി ഇങ്ങനെ വ്രതമെടുത്ത ആ തീർത്ഥവാദ സ്വാമികളുടെ അക്ഷീണമായ ആ പ്രയത്നമാണ് ഇന്ന് ലോകത്തെല്ലാം ചട്ടമ്പിസ്വാമികളെക്കുറിച്ച് അറിയാനും ആരാധിക്കാനും. അദ്ദേഹത്തിൻ്റെ ഭരണി നാളിലാണ്, ചിങ്ങമാസത്തിലെ ഭരണി നാളിലാണ് അദ്ദേഹം ജനിച്ചത്. അതുകൊണ്ട് ജയന്തി ആഘോഷമായി ചിങ്ങത്തിലും അതുപോലെ സമാധി ഈ കാർത്തിക നക്ഷത്രത്തിലുമായിട്ടാണ് നടക്കുന്നത്. അതിങ്ങനെ ലോകത്തെല്ലാം എത്തിയാൽ അത് അവരുടെയൊക്കെ ഉയർച്ചയ്ക്കും അവരുടെ സമർപ്പണത്തിനും ഈശ്വര അനുഗ്രഹത്തിനുമെല്ലാം കാരണമായി തീരും. അങ്ങനെയുള്ള നീലകണ്ഠ തീർത്ഥവാദ സ്വാമികളും തീർത്ഥവാദ പരമഹംസ സ്വാമികളും അതിലും മുമ്പേ തന്നെ ഉണ്ടായിരുന്ന നാരായണ ഗുരുദേവനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ചില പുസ്തകങ്ങളിലൊക്കെ അദ്ദേഹത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുമുണ്ട്. അങ്ങനെ അനേക ശിഷ്യന്മാരുണ്ടെങ്കിലും സന്യാസ ശിഷ്യന്മാരായിട്ട് ഇവരായിരുന്നു. ഗൃഹസ്ഥ ശിഷ്യന്മാരായി ഓരോരോ വീടുകളിൽ ചെന്ന് താമസിക്കുകയും ഉപദേശിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് പറവൂർ, വടക്കൻ പറവൂരൊക്കെ ചട്ടമ്പിസ്വാമികൾ എത്തുകയും ആ തീർത്ഥവാദ സ്വാമികൾ എന്നു പേരുള്ള അദ്ദേഹം അവിടെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് കട്ടിലിൽ അവിടെ ഒരു രാത്രിയിലാണ് ചട്ടമ്പിസ്വാമികൾ അധികം സഞ്ചരിക്കുക. പകലത്തെ ചൂട് അത്ര സഹിക്കുകയില്ല. അതുകൊണ്ട് ഒരു റാന്തലുമായിട്ട് ആരോ വന്നു. ആ വെളിച്ചം കണ്ടുകൊണ്ട് ഉടനെ ചാടി എഴുന്നേറ്റ് ചോദിച്ചു, നമസ്കരിച്ചു. എന്നിട്ട് എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായി. ചട്ടമ്പിസ്വാമികളല്ലയോ എന്ന് ചോദിച്ചപ്പോൾ കണ്ടാൽ ഉടനെ അറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയും അത് അദ്ദേഹത്തെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ കുടലിറക്കി കഴുകുമെന്നും ഒക്കെയുള്ളതാണ് കേട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ കുടലിറക്കിയാൽ ചത്തുപോവുകയില്ലയോ എന്നൊക്കെ സമാധാനമായിട്ട് പറയുകയും ഒക്കെ ചെയ്ത് അങ്ങനെ അദ്ദേഹത്തെ തൻ്റെ ശിഷ്യനായി സ്വീകരിച്ച് അദ്ദേഹത്തെ ഉപദേശിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ആ ചട്ടമ്പിസ്വാമികളുടെ പ്രകാശമാണ്, അദ്ദേഹത്തിൻ്റെ ജ്ഞാനദീപമാണ് കേരളക്കരയെ ആധ്യാത്മികമായി ഉയർത്തുവാൻ വളരെയധികം സഹായിച്ചത്. ഈ ആശ്രമത്തിൻ്റെയൊക്കെ സ്ഥാപനം തന്നെ ഇപ്പം 1911 സ്ഥാപിച്ചത്. അപ്പോൾ ഇത്രയും വർഷമായിരിക്കുന്നു. അങ്ങനെയുള്ള ആ ചട്ടമ്പിസ്വാമികളുടെ അനുഗ്രഹവും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ ആ ദീർഘവീക്ഷണവും അവരുടെ ആ പ്രവർത്തനങ്ങളും ഒക്കെ കേരളത്തിന് ഒരു നവോത്ഥാനത്തിൻ്റെ പരിവേഷം തന്നെ കൊടുത്തിട്ടുണ്ട്. അത് എല്ലാ തരത്തിലും
സമ്പൂർണ്ണ വിജയം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.